കൊച്ചേട്ടൻ ആഗ്രയിലെത്തും. എത്തിയാലുടനെ എന്റെ പൊന്നു പെങ്ങൾക്ക് ഞാൻ കത്തെഴുതും. പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യും. അന്നൊരു കത്ത്, പിന്നെ ആഴ്ചയിൽ ഓരോന്ന്. എല്ലാ മാസവും ചെലവ് കഴിച്ചുള്ള പണം സിന്ധുമോളുടെ പേരിൽ ഞാൻ അയച്ചു തരും. പിന്നെ ആർക്ക് വേണ്ടിയാണ് മോളെ കൊച്ചേട്ടൻ സമ്പാദിക്കുന്നത്? 6 മാസം കഴിയുമ്പോ കൊച്ചേട്ടൻ ഇങ്ങ് വരില്ലേ? ശരി, സമ്മതിച്ചിരിക്കും. 3 മാസം കഴിയുമ്പോ അവധി കിട്ടുമ്പോഴൊക്കെ കൊച്ചേട്ടൻ ഇങ്ങ് വരും. ഓർമ്മകൾ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിന്നെ ആ ദുഃഖം അറിയിക്കാതെയാണ് വല്യേട്ടനും ഞാനും വളർത്തിയത്. നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കളിക്കൂട്ടുകാരും എല്ലാം ഞങ്ങളായിരുന്നു. ആ നിന്നെ തിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നതിലാണ് മോളെ കൊച്ചേട്ടന് ഏറ്റവും വലിയ ദുഃഖം. അയ്യേ, കരയാതെ, കൊച്ചു കുട്ടികളെ പോലെ. ചേച്ചേ, ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ചിരിക്കണോ? കുതിര, ചാടും കുതിര, കടിഞ്ഞാണിട്ട പായം കുതിര. മോളെ വല്യേട്ടനല്ലേ? ഇതുവരെ പ്രാക്ടീസിങ് കഴിഞ്ഞില്ലേ? എന്ന് വിളിക്കും. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിലിടരാതെ, കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിലിടരാതെ, കാലിടരാതെ. ഇടയ കന്യകേ പോവുക നീ. ആഹാ, നീ ഇത്ര വേഗം റെഡിയായോ? പണി 9 ആവുന്നു. പാട്ട് പാടാനിരുന്നാ പിന്നെ ദേവേട്ടൻ പരിസരം പോലും മറക്കുമല്ലോ. അല്ല, ദേവേട്ടൻ ഡ്രസ് മാറുന്നില്ലേ? എന്തിനാ ഗോപ, ഈ റെയിൽവേ സ്റ്റേഷൻ വരെ നിന്റെ കൂടെ വരാൻ എനിക്കിതൊക്കെ ധാരാളം. പിന്നെ രൂപയും ലഗേജും ടിക്കറ്റും ഒക്കെ ഭദ്രമായി സൂക്ഷിച്ചു വേണം, വിശേഷിച്ചും അപ്പോയിന്റ്മെന്റ് ഓർഡർ. ദേവേട്ട, സിന്ധുമോളെ മെഡിക്കൽ ടെസ്റ്റ് മുടങ്ങാതെ കൊണ്ടുപോണേ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. കൊച്ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ സിന്ധുമോൾക്ക് സംസാരിക്കാനാവും. എന്താ ഇത്? ചിരിച്ചുകൊണ്ട് വേണ്ടേ കൊച്ചേട്ടനെ യാത്രയാക്കാൻ? അല്ല, നീയും കരയുകയാണോ? കരഞ്ഞുകൊണ്ട് യാത്ര പോകരുത്. പുറപ്പെടും. വരൂ. കരയാതിരിക്കുമോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
കുറച്ചുകൂടി തുറക്കൂ. ആ ആ. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ലാറിംഗ് ബോക്സിന് തകരാറാണെന്നാണ് തോന്നുന്നത്. കുറച്ചു നാളത്തെ ചികിത്സ കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ കഴിയണം. ഒരു മാസത്തേക്ക് തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കാം. ശരി ഡോക്ടർ. മുടങ്ങരുത്. താങ്ക് യു ഡോക്ടർ. വരട്ടെ. ഓളെ. ബാബാ ആ മോൾ നാളെ മുതൽ തനിയെ പോയച്ചാ മതി. പോയിക്കോളൂ. ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ചിലക്കാത്ത. കുടിക്കൂ. പ്രഭയ്ക്കറിയാമല്ലോ, സാമാന്യം ഭംഗിയായി തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തെയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാൻ വന്നു. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്തെന്ന്. കെട്ടി. ആട്ടെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിനു മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ച് പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ച് പറഞ്ഞത്? പറയൂ. 7. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇനി എനിക്ക് കേൾക്കാമല്ലോ. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിക്കും. എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ? ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങയുടെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ
എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല, ആൾക്കാരെ കൊണ്ടേ. നിനക്ക് തോന്നുന്നു. ആ, നമുക്ക് ഇവിടെ ഇരിക്കാം. സിന്ധുമോളെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ, ദേ എന്റെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഹായ്. ഹണിമൂൺ ആഘോഷിക്കുന്നതായിരിക്കല്ലേ? പിന്നെ ഇവിടെ പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. ആ, 5:30 മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ, ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആഹാ, അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ, എനിക്ക് വരുന്നുണ്ട് കലിയോ. നോക്കി നിൽക്ക്. എന്റെ കണ്ണിൽ ഉപയോഗിച്ച് എങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. വരൂ. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ടു കൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്കിൽ കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പിത്തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമച്ചുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ. ആ, നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ടിരുന്നാട്ടെ. ഞങ്ങള് ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാ, പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാ. ഞാൻ സെക്രട്ടറി, ഗജാൻജി പ്രസിഡന്റ്. കേട്ട് കാണും. പാറേക്കാട്ട് ബാലകൃഷ്ണപിള്ള. ഇല്ല, ഉത്സവ കമ്മിറ്റിയുടെ സ്ഥിരം പ്രസിഡന്റ് ഞാനാ. സംഭാവനയ്ക്കായിരിക്കും. ഏയ്, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആകാവുന്നതല്ലേ ഉള്ളൂ. ഓ, ആ, മിസ്റ്റർ രഘുപ്രസാദ് നല്ലൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് താങ്കളുടെ ഒരു ഗാനമേള നടത്താനാണ് ഉത്സവ കമ്മിറ്റിയുടെ ഐകകണ്ഠമായ തീരുമാനം. സന്തോഷം. ചായ. 751 രൂപ പ്രതിഫലം തരാനാണ് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ. ഇതാ 101 രൂപ അഡ്വാൻസ്. ആ, പിന്നെ മിസ്റ്റർ രഘുപ്രസാദിനോട് എല്ലാം തുറന്നു പറയണമല്ലോ. ഓ, 501 രൂപ ഉത്സവ കമ്മിറ്റിക്ക് സംഭാവനയായി നൽകണം. അതാ അതിന്റെ കീഴ്വഴക്കം. പിന്നെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പരിപാടി നടത്താൻ അവസരം കിട്ടുക എന്നൊരു മഹാഭാഗ്യമാ. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഗാനമേള നടത്താനുള്ള സ്റ്റേജാ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിപാടി പൊടി പൊടിക്കണം. ഓ, പൊടിക്കാം. നിങ്ങൾ
എന്തിനീ പരിപാടി നടത്താമെന്ന് ഏറ്റത്? അഡ്വാൻസ് കൂടി തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓട്ടെ പ്രഭേ, കയ്യിൽ നിൽപ്പൻ ചിലവായാലും നല്ലൊരു സ്റ്റേജാ കിട്ടിയിരിക്കുന്നത്. നീ നോക്കിക്കോ, ഞാൻ ഒരു കലക്കം. ഇപ്പോഴേ തുടങ്ങിയല്ലോ ചുമ.